ഉണ്ടായിരുന്നില്ല കേട്ടോ, ആളും ചെറിയൊരു യാത്രയിലായിരുന്നു. അപ്പോൾ ആള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെയും കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ വേഗം മെഷീനിലിട്ടു. പിന്നെ അത് ആള് കുളിക്കാൻ നിൽക്കായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആൾക്കൊരു ഹെയർ മസാജ് ചെയ്ത് കൊടുക്കാന്ന്. ഇതേപോലെ യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ആദ്യം ഇതേപോലെ ചെയ്ത് കൊടുക്കാറുണ്ട്, അവനും കുറച്ചൊക്കെ മുടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടിന്റെ പ്രൊഡക്റ്റ് ആട്ടോ, ഗോൾഡൻ ഫോറസ്റ്റ് ഹെയർ കെയർ ഓയിൽ. താരൻ, മുടി കൊഴിച്ചിൽ, ഗാലനര അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാം. പിന്നെ മുടി വളർച്ചയ്ക്ക് ഉപയോഗിക്കാം കേട്ടോ, ലേഡീസിനും ജെൻസിനും ഒരേപോലെ ഉപയോഗിക്കാം. ശരിക്കും പ്രകൃതിദത്തമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇവരിത് ഉണ്ടാക്കിയിട്ടുള്ളത്. വിർജിൻ കോക്കനട്ട് ഓയിൽ, ചെമ്പരത്തി, നെല്ലിക്ക അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു നല്ലൊരു കാച്ചി എണ്ണൻ്റെ മണമാണ് കേട്ടോ. ഉപയോഗിക്കാനും എളുപ്പമാണ്. നമ്മുടെ തലയോട്ടിയിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് സോപ്പോ ഷാമ്പോ ഉപയോഗിച്ചിട്ട് കഴുകി കളയാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം, ഇവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഇവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഓൾ കേരള ഡെലിവറി ഉണ്ട് കേട്ടോ അവർക്ക്. പിന്നെ അതിൻ്റെ ഈ ബോട്ടിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാക്കിംഗ് കവറിലും ഉണ്ട്, എങ്ങനെ ഉപയോഗിക്കണം, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ ബെനിഫിറ്റ്സ് അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് റിവ്യൂസ് ഒക്കെ ഉള്ള നല്ലൊരു ഹെയർ കെയർ ഓയിലാണ് കേട്ടോ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം അടുക്കളയിലേക്ക് വന്ന് ലഞ്ചിൻ്റെ പരിപാടികൾ ചെയ്യുകയാണ്. വീട്ടിൽ നിന്ന് മീനൊക്കെ കഴുകി വൃത്തിയാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഫ്രൈ ചെയ്യാൻ വെച്ചു, കുറച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു മീൻ കറി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം, കാരണം നല്ലൊരു അടിപൊളി മീൻ കറി കേട്ടോ. എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇതേപോലെ ഉള്ളി, പിന്നെ ഇരുമ്പൻ പുളി ഉണ്ടല്ലോ, ഉർക്കാപ്പുളി, അത്, തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കുക. പിന്നെ ഒരു പാന് വെച്ചിട്ട് കടുകും ഉലുവയും കറിവേപ്പിലയും പൊട്ടിച്ചിട്ട് ഇത് ഒഴിക്കുക. പിന്നെ അതേപോലെ മീനും ഇട്ടിട്ട് വേവിച്ചെടുക്കുക. എളുപ്പത്തിൽ തന്നെ അടിപൊളി മീൻ കറി റെഡിയായി. എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.